മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം കേന്ദ്രത്തെ ആശങ്ക അറിയിച്ചു. കേരളത്തിന്റെ റെയിൽവേ ആവശ്യങ്ങൾ പരിഗണിക്കാൻ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെ കമ്പനി രൂപീകരിക്കുമെന്ന് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു പറഞ്ഞു. ഫാക്ടിന് 1000 കോടി രൂപ അനുവദിക്കാനും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. വൈദ്യുതീകരണം, ഡബിളിംഗ്, പുതിയ പാത, ട്രെയിനുകൾ, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി തുടങ്ങിയ ആവശ്യങ്ങളാണ് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ കമ്പനി രൂപീകരിക്കുമെന്ന് സുരേഷ് പ്രഭു പറഞ്ഞു. ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പങ്കാളിത്തമുണ്ടാകും. ടൂറിസം വികസനത്തിനായി മഹാരാജ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യവും പരിഗണിക്കുമെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു. We also decided to create a new company in which state government and railways will be the partners to implement some of the important projects in Kerala. To promote tourism, I already directed IRCTC to run some special trains so that they can be helpful to state of Kerala. ഫാക്ടിന്റെ പുനരുദ്ധാരണത്തിന് ഉപാധികളോടെ 1000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കുക. ഫാക്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കേന്ദ്ര സർക്കാരിന് നൽകുന്നതിൽ എതിർപ്പില്ലെന്നും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കരുതെന്നും കേന്ദ്രമന്ത്രി എച്ച് അനന്ത്കുമാറിനെ മുഖ്യമന്ത്രി അറിയിച്ചു. ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് എച്ച് അനന്ത്കുമാർ പ്രതികരിച്ചു. Between Government of India and Government of Kerala, I assure you that together within next 15 days we are going to come out with the revival package of FACT. രാവിലെ നഗരവികസന മന്ത്രി വെങ്കയ്യ നായിഡുമായുള്ള കൂടിക്കാഴ്ചയിൽ കൊച്ചി മെട്രോ കാക്കനാട്ടേക്ക് നീട്ടുന്ന കാര്യവും പുതിയ സ്മാർട്ട് സിറ്റി പദ്ധതികളും ചർച്ചയായി. ഇക്കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഗുരുവായൂരിനെയും കണ്ണൂരിനെയും അമൃത് നഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്താനും തീരുമാനമായി. റിപ്പോർട്ടർ, ദില്ലി.